ഗേൾസ് ഹെൽസറാണ്. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കുന്നത് സാറേ സോഷ്യൽ സയൻസിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ സയൻസിൽ ഏതെങ്കിലും ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ? എന്നാൽ നമ്മളെ കഴിഞ്ഞ ദിവസം വെയിറ്റേജ് നമ്മളോട് പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. 2 ചാപ്റ്റർ സോഷ്യൽ സയൻസിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറയാതെ പറഞ്ഞ ഒരു രഹസ്യമുണ്ട്. അതാണ് ഹെൽസർ പറയാൻ വേണ്ടി ശ്രദ്ധിച്ച് എന്താ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. 2 ചാപ്റ്റേഴ്സ് നമ്മൾ അതിന് മുന്നേ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഓരോ ചാപ്റ്ററിന്റെയും മാർക്ക് വെച്ചിട്ട് ആ ചാപ്റ്ററിന് ഏതെല്ലാം ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. നിങ്ങളുടെ മുഴുവൻ SLC പഠിക്കുന്ന കേരളത്തിൽ എല്ലാ നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു. അതുപോലെ നിങ്ങളുടെ കൺസേൺ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്കും തരിക. നമ്മളൊരു സന്തോഷമുള്ള അപ്പോൾ ആദ്യത്തെ പരിപാടി നമുക്കറിയാം. പ്രധാനമായും ഇതിന് മലയാളം ഞാൻ പറയട്ടെ, ഇംഗ്ലീഷും മലയാളവും ഞാൻ ആഡ് ചെയ്തില്ല. ആദ്യം ഹ്യൂമനിസം എന്ന മാനവികത ചാപ്റ്ററിന് 6 മാർക്ക്, അതായത് അത്യാവശ്യം നല്ല മാർക്കിന്റെ ചോദ്യം മാനവികത ചോദിക്കും. 6 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ഒരു കാര്യം, ഒരു 1 വേർഡ് ഈ ചാപ്റ്റർ എന്തായാലും ചോദിക്കും. അതായത് ഒരു മാർക്കിന്റെ ചോദ്യം 1 വേർഡ് എന്തായാലും ഈ ചാപ്റ്റർ ചോദിക്കും. 1 മാർക്കിന്റെ ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും, നോട്ട് ചെയ്തുക. അതുപോലെ തന്നെ 5 മാർക്കിന്റെ എസ്സേയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1 മാർക്ക് ഒരു 1 വേർഡ്, 5 മാർക്കിന്റെ ഒരു എസ്സേ, ഇതാണ് ഈ ചാപ്റ്റർ ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ടത്. എൻ്റെ പെർസ്പെക്റ്റീവ് ഉള്ള കാര്യമാണ്. അത് ഒരിക്കലും എന്തായാലും 100% ഉണ്ടായി. ഞാൻ ആസ് എ ടീച്ചർ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിക്കുക. ഓക്കെ, അപ്പം ഞാൻ കുറേ കാലം ഈ പരിപാടി നടത്തുമ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് തോന്നിയ കാര്യം ഷെയർ ചെയ്തു മാത്രം. രണ്ടാമത് ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റിയിലും ഒരു 4 മാർക്കിന് എന്താ പറഞ്ഞത്, അതൊരു ഷോർട്ട് ആൻസർ ആയിരിക്കും. അവിടെ നിന്ന് മിക്കവാറും ചില 1 വേർഡ് ചോദിക്കാൻ സാധ്യത കാണുന്നില്ല. ഇനി 1 വേർഡ് ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒരൊറ്റ മാർക്ക് ഒരു 1 വേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, പിന്നെ 3 മാർക്കിന്റെ ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ നിന്ന് ചോദിക്കുക ഉണ്ടെങ്കിൽ, ബൈ ചാൻസ്. കാരണം പലപ്പോഴും 1 വേർഡ് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ കണ്ടന്റ് ആ ചാപ്റ്ററിൽ ഇനി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, 1 മാർക്ക് 1 വേർഡും ഒരു 3 മാർക്കിന്റെ ഷോർട്ട് എസ്സേ. ഇനി 1 വേർഡ് ഇല്ലെങ്കിൽ 4 മാർക്കിന്റെ ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ചാപ്റ്റർ ചോദിക്കുക. ഇനി അടുത്ത് സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, 2 മാർക്കാണ് ചോദിക്കുന്നത്. മിക്കവാറും അതായിരിക്കും ഒരു 2 മാർക്കിന് ഏതെങ്കിലും ഡയറക്റ്റ് ചോദ്യം. 1 വേർഡ് ചോദിക്കാൻ കഴിഞ്ഞാൽ അവിടെ സാധ്യതയില്ല. കാരണം ഒരു ചാപ്റ്ററിന് 2 1 വേർഡ് എന്തായാലും ചോദിക്കുക. അതുകൊണ്ട് 1 വേർഡിന്റെ സാധ്യത നമുക്ക് അവിടെ തള്ളിക്കളയാം. 2 മാർക്കിന് ഡയറക്റ്റ് ചോദ്യമായിരിക്കും അവിടെ എന്ത് ചോദിക്കുക, ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മുടെ സാമാന്യ ജ്ഞാനബോധം അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ചോദ്യം നമുക്ക് അവിടെ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. റെഡി. ഇനി വെൽത്ത് ആൻഡ് വേൾഡ് 5 മാർക്ക് പറയുന്നുണ്ട്. വെൽത്ത് ആൻഡ് വേൾഡ് 5 മാർക്ക് പറയുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യണം, ഒരു മാർക്ക് 1 വേർഡ് ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. 4 മാർക്കിന്റെ പിന്നെ ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സംശയം വേണ്ട, പിന്നെ 5 മാർക്കിന് ഡയറക്റ്റ് 1 വേർഡ് ചോദ്യം. 5 മാർക്കിന് ഡയറക്റ്റ് 1 വേർഡ് നിന്ന് 5 മാർക്കിന് ഡയറക്റ്റ് എസ്സേ ചോദ്യം. 5 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, അത് ഫസ്റ്റ് വേൾഡ് വാറോ സെക്കൻഡ് വേൾഡ് വാറോ എസ്സേ ആയിട്ട് ചോദിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, പഠിച്ചു വെക്കുക. ഇനി പബ്ലിക് ഒപ്പീനിയൻ ഡെമോക്രസി എന്ന ചാപ്റ്ററിൽ എന്താണ് പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്ന ആ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒരു 4 മാർക്കിന് ഷോർട്ട് എസ്സേ ഡയറക്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 1 വേർഡ് ചോദിക്കാൻ സാധ്യത കാണുന്നില്ല. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഇവിടെ ഒരു മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡത്തിൽ പിന്നെ പ്രധാനമായി 6 മാർക്കാണ് ചോദിക്കും. ഒരു സംശയം വേണ്ട, ഒരു 1 വേർഡ് എന്തായാലും ഉണ്ടായിരിക്കും. ഒരു 5 മാർക്കിന്റെ എസ്സേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു. 1 മാർക്കിന്റെ ചോദ്യം എന്തായാലും ചോദിക്കും. 5 മാർക്കിന്റെ ഒരു എസ്സേ ചോദ്യം നിങ്ങൾക്ക് ആ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഗ്ലിംസ് ഓഫ് ഫ്രീ ഇന്ത്യ 4 മാർക്കാണെന്ന് ഇവിടെ നമുക്ക് ഒരു 1 വേർഡ് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ്. അല്ലെങ്കിൽ ഒരു 3 മാർക്കിന്റെ ഷോർട്ട് എസ്സേ, അല്ലെങ്കിൽ 4 മാർക്കിന്റെ ഡയറക്റ്റ് ചോദ്യം ചോദിക്കാം. ഇനി നേരെ ഇവിടേക്ക് വരികയാണ് ഡെമോക്രസി ഇന്ത്യൻ എക്സ്പീരിയൻസ്. ഒരു സംശയം വേണ്ട, ഒരു 1 മാർക്കിന്റെ ചോദ്യം എന്തായാലും ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവത്തിൽ 1 മാർക്കിന്റെ ചോദ്യം എന്തായാലും ചോദിക്കും. ഇനി അവിടെ നമുക്ക് ഒരു 5 മാർക്കിന്റെ എസ്സേ ചോദിക്കാനും സാധ്യതയുണ്ട്. 4 മാർക്കിന് ഷോർട്ട് എസ്സേയും ചോദിക്കാൻ സാധ്യത. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഓക്കെ, അതുപോലെ തന്നെ നോയിങ് ദ സോഷ്യൽ സിസ്റ്റം, ഇവിടെ നമുക്കൊരു 1 വേർഡ് എക്സ്പെക്ട് ചെയ്യും. 1 മാർക്കിന് ചോദ്യവും ഒരു 2 മാർക്കിന്റെ ഒരു ചോദ്യം നമുക്ക് ഈ ചാപ്റ്റർ നമുക്ക് എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 2 ചാപ്റ്റർ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഏതൊക്കെ ചാപ്റ്ററാണ്, ഈ 3ാമത് നമ്മുടെ നോയിങ് ദ 9ാമത്തെയും അതുപോലെ തന്നെ 3ാമത്തെയും ചാപ്റ്റർ നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും, അതായത് 35 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ടോട്ടൽ 40 മാർക്കിന് ചോദ്യമായിരിക്കും ആകേണ്ടായിരിക്കുക. അതിൽ 35 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇവിടെ 3 മാർക്കും ഇവിടുന്ന് 2 മാർക്കും പോയാൽ. എന്നാലും ടോട്ടൽ ജോഗ്രഫി നിങ്ങൾ എല്ലാ ചാപ്റ്ററും പഠിച്ചെഴുതാൻ ഉദ്ദേശിച്ചാലും നിങ്ങൾ കറക്റ്റ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 75 മാർക്ക് 80 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. A+ നിങ്ങൾക്ക് എത്താൻ ഇത് മതി. ഞാനിത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളോട് പറയാണ്. അങ്ങനെ നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റർ ഏറ്റവും നന്നായി പഠിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ 2 ചാപ്റ്റർ ഡിലീറ്റ് ചെയ്യും A+ എന്നത് നിങ്ങൾ ഒരിക്കലും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി റിലാക്സ് ചെയ്ത് പഠിക്കാൻ ഒരു അവസരം ഇവിടെ കിട്ടും. ഞാൻ ഈ പറഞ്ഞ ഒപ്പീനിയൻ ശരിയാണെന്ന് തോന്നുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. അല്ല, അത് റിസ്ക് എടുക്കാൻ വയ്യ നിഹാൽ സാർ, ഞങ്ങൾ മൊത്തം പഠിക്കാം, അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. കാരണം നിങ്ങളെ കമന്റ്സും പല കുട്ടികളും ഒപ്പീനിയൻ കാണുമ്പോൾ ബാക്കിയുള്ള ആളുകൾ അത് ഫോളോ ചെയ്യണോ വേണ്ട എന്ന കാര്യത്തിൽ അവർക്കൊരു ക്ലാരിറ്റി കിട്ടും. കാരണം നിങ്ങൾ കുട്ടികളാണ്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് ഞാൻ നേരത്തെ പറയാതെ ഡിലീറ്റ് ചെയ്ത 2 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഈ പറഞ്ഞ 2 മാർക്കിന്റെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം,
നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ്. ഇത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതാ 3 മാർക്കിന്റെ ഇത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. കാരണം രണ്ടും സോഷ്യോളജി ചോദിക്കാൻ ആകെ 5 മാർക്കാണ്, ആകെ 5 സ്കോറാണ് ആകെ കിട്ടുക. ഇനി എസ് എ എവിടെ നിന്നൊക്കെ ചോദിക്കുന്നത് സാർ, അടുത്ത നിങ്ങൾ ടെൻഷൻ അടിക്കുക. 5 മാർക്ക് ഒരു എസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ നമ്മൾ A+നെ ബാധിക്കുന്ന ഒരു സാധനം തന്നെയാണ് എസ് എ. എസ് എ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. എസ് എ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് ഒന്ന്, ഇത് എസ് എ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ്. ഹ്യൂമണിസം എസ് എ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ്. വെൽത്ത് ആൻഡ് ദി വേൾഡ് എസ് എ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ്. അതുപോലെ തന്നെ പിന്നെ എസ് എ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റർ മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം. പിന്നെ 8. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എസ് എ പെർസ്പെക്റ്റീവിൽ 4 ചാപ്റ്റർ അല്ലേ, 1-ാമത്തെയും 4-ാമത്തെയും 6-ാമത്തെയും 8-ാമത്തെ ചാപ്റ്ററിനായിരിക്കും എസ് എ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ്. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കാരണം ഇനി നമ്മൾ പഠിക്കുന്നത് സിസ്റ്റമാറ്റിക്കലാണ്. ഇനി നമ്മൾ കാർഡടിച്ച് വെടിവെച്ചിട്ട് കാര്യമൊന്നുമില്ല. കൃത്യമായ പ്ലാനിങ്ങോട് കൂടി എക്സിക്യൂട്ട് ചെയ്ത് മാർക്കും പരിപാടികളൊക്കെ നോക്കി പഠിച്ചാലോ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, ഒരു സംശയമില്ല. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും നന്നായി പഠിക്കുക. നിങ്ങൾ എന്ത് കൺസേൺ നിങ്ങൾ ഇവിടെ താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങളെ കൂടെ ഈ വർഷം നിങ്ങളെ സെറ്റ് ചെയ്യും, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് നേരുകയാണ്. ഇനിയും പഠിക്കാത്ത ആൾക്കാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇനിയും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ തോറ്റു പോകും, അത്ര തന്നെ, വേറെ ഒന്നുമില്ല.